തമിഴ്നാട് രാഷ്ട്രീയത്തിൽ പതിറ്റാണ്ടുകളായി തുടരുന്ന ദ്രാവിഡ രാഷ്ട്രീയ ആധിപത്യത്തിന് വിള്ളലുകൾ വീഴ്ത്തിക്കൊണ്ട് 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ DMK നേരിട്ടത് അപ്രതീക്ഷിതമായ തിരിച്ചടിയാണ്. ഭരണ തുടർച്ച പ്രതീക്ഷിച്ചിരുന്ന പാർട്ടിക്ക് തങ്ങളുടെ ശക്തി കേന്ദ്രങ്ങൾ പോലും നഷ്ടപ്പെട്ട സാഹചര്യം വലിയ രാഷ്ട്രീയ ചർച്ചകൾക്കാണ് വഴി തുറന്നത്. തിരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ കാരണങ്ങൾ കണ്ടെത്താൻ പാർട്ടി നിയോഗിച്ച സമിതികൾ നൽകിയ റിപ്പോർട്ടുകൾ DMK നേതൃത്വത്തിന് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ DMK നേരിട്ട അപ്രതീക്ഷിതവും ദയനീയവുമായ പരാജയത്തിലേക്ക് നയിച്ച ഘടകങ്ങളെക്കുറിച്ച് പാർട്ടി സമിതികൾ തയ്യാറാക്കിയ റിപ്പോർട്ടുകൾ വളരെ വിശദവും ഗൗരവകരവുമായ വിശകലനങ്ങളാണ് മുന്നോട്ട് വയ്ക്കുന്നത്. പാർട്ടിയുടെ അടിത്തറ ഇളക്കിയതിന് കാരണമായ പ്രധാന ഘടകങ്ങളിൽ ഒന്ന് നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായ കടുത്ത ധാർഷ്ട്യവും ഏകാധിപത്യ പ്രവണതകളുമാണ്. പാർട്ടിയുടെ താഴെത്തട്ടിലുള്ള പ്രവർത്തനങ്ങളെ നിയന്ത്രിച്ചിരുന്ന ജില്ലാ സെക്രട്ടറിമാരിൽ പലരും ജനാധിപത്യപരമായ രീതികൾക്ക് പകരം സ്വന്തം തന്നിഷ്ടപ്രകാരം പ്രവർത്തിക്കുന്ന ഏകാധിപതികളെ പോലെയാണ് പെരുമാറിയത്. ഇതിനു പുറമെ അധികാരത്തിന്റെ സുഖശീതളതയിൽ മുഴുകിയ പാർട്ടി നേതൃത്വം പാർട്ടിയുടെ ജീവനാഡിയായ സാധാരണക്കാരെ പ്രവർത്തകരിൽ നിന്ന് പൂർണ്ണമായും അകന്നുപോയി. വർഷങ്ങളോളം പാർട്ടി കെട്ടിപ്പടുക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച അണികളുടെ വികാരങ്ങളെയും അവരുടെ അടിസ്ഥാനപരമായ ആവശ്യങ്ങളെയും മാനിക്കുന്നതിലോ കേൾക്കുന്നതിലോ നേതൃത്വം ദയനീയമായി പരാജയപ്പെട്ടത് പ്രവർത്തകരെ പാർട്ടിയുടെ തീരുമാനങ്ങളിൽ നിന്നും പ്രവർത്തനങ്ങളിൽ നിന്നും മാനസികമായി അകറ്റി. ഇതിനെല്ലാം പുറമെ പാർട്ടി അണികളിൽ നിലനിന്നിരുന്ന രൂക്ഷമായ വിഭാഗീയതയും ഗ്രൂപ്പിസവും തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ വലിയ തിരിച്ചടിയായി മാറി. നേതാക്കൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പരസ്യമായതോടെ പാർട്ടിയുടെ കെട്ടുറപ്പ് പൂർണ്ണമായും തകർന്നു. കാലഘട്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ എന്ന പേരിൽ ജനങ്ങളുമായി നേരിട്ട് ബന്ധമുള്ള രാഷ്ട്രീയ നേതാക്കൾക്ക് പകരം തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ രൂപീകരിക്കാൻ പ്രൊഫഷണൽ ഏജൻസികളെ അമിതമായി ആശ്രയിച്ചതാണ് മറ്റൊരു വലിയ പാളിച്ചയായി മാറിയത്. ഈ ഏജൻസികൾ നൽകിയ പരസ്പര വിരുദ്ധവും ആശയക്കുഴപ്പവും ഉണ്ടാക്കുന്നതുമായ നിർദ്ദേശങ്ങൾ പാർട്ടിക്ക് കൃത്യമായൊരു തന്ത്രത്തോടെ മുന്നോട്ടു പോകാൻ തടസ്സമായി. ഏറ്റവും നിർണായകമായി നടൻ വിജയ് നേതൃത്വം നൽകുന്ന തമിഴ് വെട്രിക്കഴകം വലിയ ജനപിന്തുണ ആർജിക്കുന്നുണ്ടെന്നും അത് വോട്ടുകളായി വലിയ സ്വാധീനം ചെലുത്തുമെന്നും പാർട്ടി വൃത്തങ്ങൾ നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നുവെങ്കിലും നേതൃത്വം ഈ ജനകീയമായ മുന്നറിയിപ്പുകളെ ഒട്ടും ഗൗരവത്തിലെടുക്കാതെ തള്ളിക്കളയുകയാണ് ചെയ്തത്. ചുരുക്കത്തിൽ ജനങ്ങളിൽ നിന്നും സ്വന്തം അണികളിൽ നിന്നും പാർട്ടി നേതൃത്വം പൂർണ്ണമായും ഒറ്റപ്പെട്ടു പോയതാണ് ഈ തിരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തിന് വഴി തുറന്നതെന്ന് റിപ്പോർട്ടുകൾ അടിവരയിട്ട് പറയുന്നു. ഭരണ നിർവഹണത്തിലെ ഗുരുതരമായ പാളിച്ചകളും തെറ്റായ മുൻഗണനകളും 2026 തിരഞ്ഞെടുപ്പ് DMK സർക്കാരിന്റെ പതനത്തിന് ആക്കം കൂട്ടിയെന്ന് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നു. ജനങ്ങളുമായി നേരിട്ട് ബന്ധപ്പെടുകയും അവരുടെ വികാരങ്ങളും ആവശ്യങ്ങളും മനസ്സിലാക്കുകയും ചെയ്യേണ്ട രാഷ്ട്രീയ നേതൃത്വത്തിന് പകരം ഭരണകാര്യങ്ങളിൽ IAS ഉദ്യോഗസ്ഥരുടെ തീരുമാനങ്ങൾക്കാണ് സർക്കാർ അമിത മുൻഗണന നൽകിയത്. ഈ ഉദ്യോഗസ്ഥ കേന്ദ്രീകൃത ഭരണശൈലി സാധാരണക്കാരായ ജനങ്ങളിൽ നിന്ന് സർക്കാരിനെ ക്രമേണ അകറ്റാൻ കാരണമായി. ജനക്ഷേമകരമായ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ പോലും ജനങ്ങളുടെ താല്പര്യത്തെക്കാൾ ഉദ്യോഗസ്ഥരുടെ സാങ്കേതികവും കേവലവുമായ വീക്ഷണങ്ങൾക്കാണ് മുൻതൂക്കം ലഭിച്ചത്. ഭരണത്തിലെ ഈ അസ്വാഭാവികമായ മാറ്റം സാധാരണക്കാർക്ക് സർക്കാരുമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടതുപോലെ അനുഭവപ്പെടാൻ തുടങ്ങി. ഇതിനു പുറമെ സഖ്യകക്ഷികൾക്കിടയിൽ രൂപപ്പെട്ട കടുത്ത അസ്വാരസ്യങ്ങളും നിസ്സഹകരണ മനോഭാവവും പ്രതിസന്ധിയെ കൂടുതൽ വഷളാക്കി. മുന്നണിയിലെ ഘടകകക്ഷികൾക്കിടയിലുണ്ടായ ഐക്യമില്ലായ്മയും ആശയവിനിമയത്തിലെ തടസ്സവും താഴെത്തട്ടിലുള്ള വോട്ടുകൾ വൻതോതിൽ ചോരുന്നതിലേക്ക് നയിച്ചു. ഇത്തരം രാഷ്ട്രീയമായ കെട്ടുറപ്പില്ലായ്മയും ഭരണപരമായ അകലവും ഒത്തുചേർന്നപ്പോൾ അത് DMKയുടെ അപ്രതീക്ഷിതവും ദയനീയവുമായ തിരഞ്ഞെടുപ്പ് പരാജയത്തിന് അനിവാര്യമായ വഴിയൊരുക്കുകയായിരുന്നു. തിരഞ്ഞെടുപ്പിലേറ്റ കനത്ത പരാജയത്തിന് പിന്നാലെ പാർട്ടിക്കകത്തുണ്ടായ അതൃപ്തികളെയും ജനവികാരത്തെയും ഗൗരവത്തോടെ ഉൾക്കൊള്ളുന്ന നിലപാടാണ് DMK നേതൃത്വം സ്വീകരിച്ചത്. പരാജയത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് DMK അധ്യക്ഷനും തമിഴ്നാട് മുഖ്യമന്ത്രിയുമായ MK സ്റ്റാലിൻ നടത്തിയ പ്രതികരണം ഏറെ ശ്രദ്ധേയമായിരുന്നു. തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് പിന്നാലെ തിടുക്കപ്പെട്ടുള്ള കുറ്റപ്പെടുത്തലുകളിലേക്കോ സഖ്യകക്ഷികളെ പഴിചാരുന്നതിലേക്കോ കടക്കാതെ പാർട്ടിയുടെ സംഘടനാപരമായ പോരായ്മകൾ കൃത്യമായി മനസ്സിലാക്കി അവ തിരുത്തി മുന്നേറാനാണ് പാർട്ടി ശ്രമിക്കുന്നത്. സമിതികൾ സമർപ്പിച്ച റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ പാർട്ടിയുടെ അടിത്തറ ശക്തിപ്പെടുത്തുന്നതിനും അണികളെ വിശ്വാസത്തിൽ എടുക്കുന്നതിനും ആവശ്യമായ നിർണായകമായ അഴിച്ചുപണികൾ വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന സൂചനയാണ് നേതൃത്വം നൽകുന്നത്. ജില്ലാ തലം മുതൽ സംസ്ഥാന തലം വരെയുള്ള പ്രവർത്തന രീതികളിൽ സമൂലമായ മാറ്റം വരുത്താനും ജനങ്ങളുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കാനുമുള്ള ഈ നടപടികൾ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വരും കാലങ്ങളിൽ വലിയ പ്രത്യാഘാതങ്ങൾക്കും മാറ്റങ്ങൾക്കും വഴിവെച്ചേക്കാം എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. പാർട്ടിയെ പഴയ പ്രതാപത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ സ്റ്റാലിൻ എടുക്കുന്ന ഈ കടുത്ത തീരുമാനങ്ങൾ DMKയുടെ ഭാവിഗതിയെ എങ്ങനെ സ്വാധീനിക്കുമെന്നത് തമിഴ്നാട് രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന പ്രധാന വിഷയമാണ്. 2026 തിരഞ്ഞെടുപ്പ് ഫലം DMK എന്ന ദ്രാവിഡ ശക്തിക്ക് നൽകുന്ന മുന്നറിയിപ്പ് വ്യക്തമാണ്. അണികളിൽ നിന്ന് അകന്നു നിൽക്കുന്ന ഏത് രാഷ്ട്രീയ പ്രസ്ഥാനവും ജനകീയ വികാരം തിരിച്ചറിയുന്നതിൽ പരാജയപ്പെടുമ്പോൾ തിരിച്ചടി നേരിടും. പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ പാർട്ടിയെ അടിമുടി അഴിച്ചു പണിതുകൊണ്ട് മാത്രമേ DMKക്ക് തങ്ങളുടെ നഷ്ടപ്രതാപം വീണ്ടെടുക്കാൻ സാധിക്കൂ.